നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മളൊരു മയക്കുമരുന്ന് ഓപ്പറേഷൻ തൂഫാനൊക്കെ ഇവിടെ ശക്തമായി കഴിഞ്ഞ ദിവസം നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിലെ ഭായ് കോളനിയിലൊക്കെ ഒരു വൻ മാസ് റാലിയൊക്കെ നടത്തി ഓപ്പറേഷൻ തൂഫാൻ 4000-5000 കേസുകൾ സംസ്ഥാനത്തിന്റെ ഉടനീളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഒരു പരാമർശം ഉണ്ടായത് നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് RV ബാബുവിന്റെ പക്കൽ നിന്നും. അതൊരു പരാമർശമാണ്. ഈ പരാമർശത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. നമ്മോടൊപ്പം ഉള്ളത് BJPയുടെ സംസ്ഥാന കൗൺസിൽ അംഗം വയനാട്ടിൽ നിന്നുള്ള ഷാജിമോൻ ചൂരൽമലയാണ്. അദ്ദേഹം ഒന്ന് തന്റെ നിലപാട് വ്യക്തമാക്കട്ടെ. എന്താണ് ശരിക്കും ഇതിൽ സംഭവിക്കുന്നത്? നമ്മുടെ കുട്ടികളെയൊക്കെ ഒരു ദുഷിച്ച ഒരു സ്വഭാവത്തിലേക്ക് നയിക്കുന്ന ആ ഒരു വിഷയത്തിൽ എന്തും പറഞ്ഞാൽ അതിനെ രാഷ്ട്രീയമാക്കുന്ന ഒരു വിഭാഗം കേരളത്തിൽ ഉണ്ടല്ലേ ഷാജിമോൻ ചൂരൽമല? തീർച്ചയായും ഇതിനെതിരെ ഈ മയക്കുമരുന്നിനെതിരെ പ്രതികരിച്ചത് കൊണ്ട് കുറച്ചു കാലം കേസും കൂട്ടവുമായി നടക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ് ഞാൻ. 2001-2002 കാലഘട്ടത്തില് നമ്മുടെ നാട്ടിൽ ഇതുപോലെ കുറച്ച് അധികം മയക്കുമരുന്ന് പിടിച്ചു, കഞ്ചാവ് അടങ്ങുന്ന മയക്കുമരുന്ന് പിടിച്ചു. അതിനുശേഷം പോലീസുകാര് ഒരു 30,000 രൂപ, 15,000 രൂപ വെച്ച് 40,000 രൂപ ഇവരുടെ അടുത്ത് വാങ്ങി അവർ ഒഴിവാക്കി. അപ്പോ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ മെമ്പറെ വിളിച്ചു. എന്റെ ഒരു അനുഭവം, എനിക്കെതിരെ കേസെടുത്തൊരു അനുഭവമാണ്. ഞങ്ങളുടെ മെമ്പറെ വിളിച്ചു. മെമ്പർ പറഞ്ഞു അത് പള്ളി കമ്മിറ്റിയും മറ്റുള്ള മാലു കമ്മിറ്റിയൊക്കെ ഇടപെട്ടത് കൊണ്ടാണ് ഞാനും അതിൽ ഇടപെട്ടത്, ഇത് നമ്മൾ ഇടപെടാൻ പാടില്ലാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ പോയി. അവിടുത്തെ ആസാദ് എന്ന് പറയുന്ന ഒരു SI, അയാളോട് ഞാൻ ഇവരോട് ഇത് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരു കേസേ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കേസ് ഉണ്ട്, എന്റെ കയ്യിൽ തെളിവുണ്ട്, കേസ് പിടിച്ചതുകൊണ്ട്, പിടിച്ച വാർത്തയും കാര്യങ്ങളും സാക്ഷികളൊക്കെ ഉണ്ട്, പിന്നെ നിങ്ങൾ കേസില്ല എന്ന് എങ്ങനെയാണ് പറയാന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് കുറച്ച് തട്ടിക്കയറി. അദ്ദേഹം നിങ്ങൾ കണ്ട പോലെ കൂട്ടിക്കുന്നു. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് ഇട്ടു ഇതെല്ലാം. അപ്പൊ ഈ വോയിസ് റെക്കോർഡ് എല്ലാം എന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അയാൾ എന്നെ പിറ്റേ ദിവസം എന്നെ വിളിച്ചു, പാർട്ടിയുടെ ഒരു വലിയൊരു സംസ്ഥാന സെക്രട്ടറിയുമായിട്ട് വിളിപ്പിച്ച് എന്നെ ഇത് ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒത്തുതീർപ്പാക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോ എന്റെ വീട് ഒരു 5 മണി 5:30 ആയപ്പോ എന്റെ സൈബർ സെല്ലിന്റെ ആളുകൾ എന്റെ വീട് വളഞ്ഞ് റെയ്ഡ് ചെയ്ത് ഫോണൊക്കെ പിടിച്ചിട്ട് പോയി. അന്ന് കോവിഡിന്റെ സമയം, 2020 കാലഘട്ടം. അന്ന് കോവിഡിന്റെ സമയമാണ്, എനിക്കതാണ് ഓർമ്മ. അപ്പൊ എന്റെ വീട് വളഞ്ഞു. അതുകൊണ്ട് പക്ഷെ നോൺ ബെയിൽ 153 ആയിട്ടിരുന്നു അതില്. അപ്പോ ഞാൻ ആ വാർത്താ റിപ്പോർട്ടർ ചാനലും മറ്റു ചാനലുകളൊക്കെ അത് വലിയ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുണ്ട്. BJP നേതാവ് ഈ ലഹരി മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തുന്നു, ലൗകികത നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ വാർത്ത വളച്ചൊടിച്ചു. അങ്ങനെ പക്ഷെ എനിക്ക് കോടതി ജാമ്യം കിട്ടി. എനിക്ക് സ്റ്റേഷൻ ജാമ്യം തന്നെ തരേണ്ടി വന്നു. കാരണം അത് വാർത്തയാകുകയാണെങ്കിൽ പോലീസുകാരനും ഉൾപ്പെടുമല്ലോ. പിന്നെ കോടതി ആ കേസ് തള്ളിക്കളയാണ് ചെയ്തത്. അങ്ങനെ ആ ഫോൺ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്റെ ഫോൺ കുറച്ചു കാലം പിടിച്ചു വെച്ചിരുന്നു കോടതിയിൽ. അപ്പൊ ഇങ്ങനെ ഒരു അനുഭവം ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായി ഇത് പഠിച്ചിട്ടുണ്ട്. അന്ന് ഇത്രയും വലിയ രൂക്ഷമായിട്ടില്ലായിരുന്നു മയക്കുമരുന്നിന്. പക്ഷെ അന്ന് തന്നെ ഈ പോലീസുകാർ ഇത്തരത്തിൽ കളിക്കാതെ അതിന് കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുമായിരുന്നെങ്കിൽ ഇത്രത്തോളം ഒരു വലിയ ഭീഷണി കേരളത്തിൽ ഇതാവുകയില്ലായിരുന്നു. ഇപ്പോ ബാബു ചേട്ടനെതിരെ ഇവര് കേസെടുത്തിരിക്കുന്നു, RV ബാബുവിനെതിരെ ഒരു കേസ് എടുത്തിരിക്കുന്നു. ഒന്ന് ഇടപെട്ടോട്ടെ, അത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തല്ലേ? അതെ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് എനിക്കെതിരെ കേസെടുത്തത്. അപ്പോ ഇപ്പോ RV ബാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നു. കേസെടുത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ ഇതിന് ഇരകളാക്കപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആകപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇപ്പോ സമസ്തയുടെ നേതാക്കള് ഇതിന്റെ ബ്രാഹ്മണന്റെ അംബാസഡർമാരാവുന്ന രീതിയിൽ ഉദ്ഘാടനമൊക്കെ നടത്താൻ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അവിടെ പോയിരുന്നു. അതിനെയാണ് അദ്ദേഹം വിമർശിച്ചത്. അതിൽ തെറ്റുണ്ട്. രമേശ് ചെന്നിത്തല നടത്തിയ ആ നീക്കത്തിൽ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് അദ്ദേഹം ബാബുചേട്ടൻ പറഞ്ഞ കൃത്യമാണ്. ആ മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിനെതിരെ കണ്ണടക്കാൻ കഴിയില്ല. അങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ വലിയൊരു അപകടകരമായിട്ടുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് പഞ്ചാബ് ഏതാണ്ട് 80% യുവാക്കളും അവിടെ ലഹരി മയക്കുമരുന്നിന് അടിമകളാക്കാൻ നമ്മുടെ ശത്രുരാജ്യത്തിന് കഴിഞ്ഞു. നമ്മുടെ ശത്രുരാജ്യം എന്ന് പറയുമ്പോൾ ചൈനയല്ല, ഇവിടെ നേരിട്ട് പാകിസ്ഥാനാണ്. പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആ ഒരു പഞ്ചാബ് പ്രദേശത്ത്. അതേസമയം ഗുജറാത്തിൽ ഒരു പരിധിവരെ ശ്രമിച്ച് അത് വിജയിച്ചില്ല. കാരണം അവിടെ BJP സർക്കാർ ആയിരുന്നു. അതുപോലെ രാജസ്ഥാനിലും ഈ പഞ്ചാബിൽ 80%. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മയക്കുമരുന്ന്, ഏഷ്യയിലെ മയക്കുമരുന്ന് പ്രധാനമായും ഉത്പാദക കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് 2 സ്ഥലങ്ങളാണ്. ഒന്ന് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്നതാണ്. അതായത് തായ്ലൻഡ്, ലാവോസ്, മ്യാൻമർ എന്ന് പറയുന്ന ചൈനയുടെ ചെറിയൊരു പ്രദേശവും അടങ്ങുന്ന ഒരു സൈക്കിൾ.
അവിടെയാണ് ഗോൾഡൻ ട്രയാങ്കിൾ, അവിടെയാണ് ലാർജർ സ്കെയിലിൽ മയക്കുമരുന്ന് ഏഷ്യയിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രദേശം. അതിനെ ഗോൾഡൻ ട്രയാങ്കിൾ എന്നാണ് പറയപ്പെടുക. അതേപോലെ മറ്റൊരു പ്രദേശം എന്ന് പറയുന്നത് ക്രസൻ ട്രയാങ്കിൾ ആണ്. ഈ ക്രസൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത് തജിക്കിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഇവരുടെ അതിർത്തി പ്രദേശങ്ങളിലാണ് കറുപ്പ്, ഓപ്പിയം ഒക്കെ വലിയ രീതിയിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. സിന്തറ്റിക് മയക്കുമരുന്നും അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ നമ്മുടെ ഭാഗ്യവശാൽ ഗോൾഡൻ ട്രയാങ്കിളിന്റെ മാർക്കറ്റ് ഭാരതമല്ല. ഗോൾഡൻ ട്രയാങ്കിൾ നമ്മളെ ലക്ഷ്യം വെക്കുന്നില്ല. അതേസമയം ക്രസൻ ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ് നമ്മളാകുന്നതിന് വലിയ കാരണങ്ങളുണ്ട്. അതൊന്ന് പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ വൈരം തന്നെയാണ്. അതായത് ശത്രു രാജ്യം എന്ന നിലയ്ക്കുള്ള പാകിസ്ഥാൻ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം പാകിസ്ഥാന്റെ വരുമാന സ്രോതസ്സുകൾ എന്നും ഇന്ത്യക്കെതിരെയുള്ള അവരുടെ പദ്ധതികളുടെ ഭാഗമായിരുന്നു. നമ്മുടെ നോട്ട് ഫേക്ക് കറൻസി ഒരു കാലഘട്ടത്തിൽ അവരുടെ 2018 അവരുടെ തകർച്ച തുടങ്ങുന്നത്. 2018 നോട്ട് നിരോധനം വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, 2018 നോട്ട് നിരോധനം വന്നതിന് ശേഷം അതിനു മുമ്പ് ചിദംബരത്തിന്റെ കാലഘട്ടത്തിൽ, ധനകാര്യമന്ത്രി ചിദംബരം ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഡാലാറു ഉച്ചാരണം അങ്ങനെയാണെന്ന് അറിയില്ല, ഡീലാറുന്നോ എന്താണ് ഡാലാറു. അപ്പൊ ആ ഒരു കമ്പനിയാണ്, ആ ഒരു കമ്പനിക്കാണ് നോട്ട് അടിക്കാനുള്ള അല്ലെങ്കിൽ നോട്ട് ആ കടലാസ് വാങ്ങിക്കാനുള്ള ടെൻഡർ നടപടികൾ അത് അവർക്കാണ് അതിനുള്ള അനുമതി ഉണ്ടായിരുന്നത്. അവരാണ് നമുക്ക് സപ്ലൈ ചെയ്തിരുന്നത് ഈ കടലാസ്, നോട്ട് അടിക്കാനുള്ള കടലാസ്. ഇതേ കടലാസ് അത് 80 അതായത് ഏകദേശം 98% സമാനതകൾ, ഇന്ത്യൻ നോട്ടുമായി സമാനതകളുള്ള ഫേക്ക് കറൻസി, ഇന്ത്യൻ ഫേക്ക് കറൻസി പാകിസ്ഥാൻ അച്ചടിച്ചിരുന്നു. ഇതിന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചപ്പോഴാണ് ഈ ഡീലാറു എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി പാകിസ്ഥാനും ഇതേ കടലാസ് വിതരണം ചെയ്യുന്നു. അങ്ങനെ അവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. പിന്നീട് അത് ചിദംബരം ഒക്കെ ഇടപെട്ട് അത് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതൊക്കെ നമുക്കറിയാം. അപ്പോ അതിനുശേഷം ഡിമോണിറ്റൈസേഷൻ വന്നു. ഡിമോണിറ്റൈസേഷൻ വന്നതിന് ശേഷം പാകിസ്ഥാന്റെ സാമ്പത്തിക അടിത്തറ ഇല്ലാതായി. അവർ നമ്മൾ ഫേക്ക് കറൻസി ആയിരുന്നു അവരുടെ വലിയൊരു വരുമാന സ്രോതസ്, അതില്ലാതെ അവർ തകർച്ചയിലേക്ക് പോയി. അത് കൂടാതെ ഇതേ സ്വഭാവത്തിൽപ്പെട്ട ആളുകളുടെ ഒരു വരുമാന മാർഗമായിരുന്നു സ്വർണ്ണക്കടത്ത്. നമുക്കറിയാം, സ്വർണം മലദ്വാരത്തിൽ സ്വർണം കടത്തിക്കൊണ്ട് മറ്റു പല ഭാഗങ്ങൾ പറയാൻ പറ്റില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ സ്വർണം കടത്തിക്കൊണ്ട് വന്ന് ഇവിടേക്ക് ഇറക്കുമതി ചെയ്തിരുന്നു, കള്ളക്കടത്ത് നടത്തിയിരുന്നു. അതും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളും മറ്റേ ഏജൻസികളും അത് കൃത്യമായി തടയാൻ ശ്രമിച്ചു. അപ്പൊ വലിയൊരു ഇവർക്ക് വരുമാനം ഇല്ലാതായി. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, കേരളത്തിലെ ഓരോ മലയാളികളും ഓരോ മനുഷ്യനും രാവിലെ വാതിൽ തുറന്നിറങ്ങുമ്പോൾ തന്നെ റിയൽ എസ്റ്റേറ്റിന്റെ ആളുകൾ ഉണ്ടാവും, നിങ്ങളുടെ ഭൂമി വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ച്. എന്തുകൊണ്ട് ഇവർക്ക് അങ്ങനെ പണം കിട്ടിയിരുന്നു? അപ്പൊ വലിയൊരു വരുമാന സ്രോതസ് ഇവർക്ക് ഉണ്ടായിരുന്നു. കണ്ടെയ്നർ നോട്ടിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. അത് ഇല്ലാതായി. അപ്പോ അവർ പകരം മാർഗം കണ്ടെത്തി. അവർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയേ തീരും, അതിന് ധനം വേണം. അങ്ങനെയാണ് ഈ കേരളത്തിലേക്ക് കൂടി, ഈ പഞ്ചാബ് മാത്രമല്ല കേരളത്തെ അവർ ലക്ഷ്യമിടുന്നത്. ആ സമയത്ത് ഇവര് 2018 ആ കാലഘട്ടത്തിന് ശേഷമാണ് കൃത്യമായിട്ട് മയക്കുമരുന്നിന്റെ വലിയ വ്യാപനം ഇവിടെ വരുന്നത്. ഞാൻ പറഞ്ഞ ക്രസൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ, ക്രസൻ ട്രയാങ്കിൾ ഉത്പാദകർ തജിക്കിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഇറാന്റെയും പാകിസ്ഥാന്റെയും അതിർത്തി പ്രദേശങ്ങളിലുള്ളവരാണെങ്കിലും ഇതിന്റെ വിതരണം ഏതാണ്ട് തീവ്രവാദികളിലൂടെയായിരുന്നു നടന്നിരുന്നത്. നമുക്കറിയാം പാകിസ്ഥാൻ അതിലുള്ള പങ്ക്. അപ്പൊ ഈ പാകിസ്ഥാന് ഇന്ത്യയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ജനവിഭാഗം എന്നുള്ള നിലയ്ക്ക് അവർ കൃത്യമായിട്ട് ഈ ഭീകരവാദ സംഘടനകളിൽപ്പെട്ട ചെറുപ്പക്കാരെ ഇവർ ഉപയോഗിച്ചതിന്, ഭീകരവാദ പ്രവർത്തകർ ഈ ചെറുപ്പക്കാർ ഉപയോഗിച്ചു. ഭൂരിപക്ഷവും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള അതുപോലെയുള്ള തീവ്രവാദ സംഘടനകൾ, തീവ്രവാദ ആഭിമുഖ്യം പുലർത്തുന്ന ആളുകളെയാണ് ഇവർ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഈ മനുഷ്യകുലത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റ് ഫ്രിഞ്ച് എലമെന്റ്സ് ഉണ്ട്. ഇവിടെ ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകൻ തന്നെ ഈ കഞ്ചാവ് കേസിൽ 2 വർഷത്തോളം അകത്തായിരുന്നു, നിങ്ങൾക്കറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, പറയാത്തന്നെ നിങ്ങൾക്കറിയാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ, അതാണ് ഞാൻ മനുഷ്യത്വ വിരുദ്ധമായ, മനുഷ്യത്തിന്റെ സദാചാര ബോധങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അത്തരം ആളുകൾ ഭൂരിപക്ഷം ഇടതുപക്ഷ വിശ്വാസികളായിട്ടാണ് അവർ അറിയപ്പെടുക. അത്തരം ആളുകളെയും ഇവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും, ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളും തീവ്ര ഇടതുപക്ഷ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുമാണ് കൂടുതലും ഈ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. RV ബാബു അത് പറഞ്ഞത് കൃത്യമാണ്. ഇവിടെ നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഇത് ഇല്ലാതാകണമെങ്കിൽ, ഈ മയക്കുമരുന്നിന്റെ വ്യാപനവും വിതരണവും ഉപയോഗവും ഇല്ലാതാക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ കേവലം ഇവിടെയുള്ള നമ്മുടെ മത നേതൃത്വങ്ങളെ, സമസ്ത പോലുള്ള, ഇല്ലെങ്കിൽ ഈ KAP സുന്നി വിഭാഗം അങ്ങനെപ്പെട്ട മതവിഭാഗങ്ങളെ നേതാക്കന്മാരെ വെറുതെ ഇതിനകത്തേക്ക് വലിച്ചഴിച്ചിട്ട് കാര്യമില്ല. അവർ പാവങ്ങളാണ്. കാരണം അവര് ഗൾഫ് നാടുകളിൽ പോകുന്നു, അവിടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവിടുന്ന് സംഭാവനകൾ സ്വീകരിക്കുന്നു. അതുകൊണ്ടുവന്ന് ഇവിടെ വലിയ മതപ്രവർത്തനങ്ങൾ നടത്തുന്നു. അതോടൊപ്പം ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്.
അവർക്ക് ഇതിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. കാരണം അവരെ അനുസരിക്കുന്ന ആളുകളല്ല ഇത്തരം ആളുകൾ. അവരനുസരിക്കുന്ന അവരുടെ അനുയായികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഒന്ന് തീവ്രവാദ സ്വഭാവം, വലിയൊരു തീവ്രവാദ ആന്റി നാഷണൽ സ്വഭാവം കാണിക്കുന്ന ആളുകളാണ്. അവർ ഇത്തരം മത നേതൃത്വത്തിന് കീഴടങ്ങി ജീവിക്കുന്നവരാണെന്ന് പറയാൻ കഴിയില്ല. ദേശവിരുദ്ധരും മനുഷ്യവിരുദ്ധരുമായിട്ടുള്ള ആളുകളാണ്. മറ്റേത് തീവ്ര ഇടതുപക്ഷ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ. രണ്ടുപേരെയും ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. ഈ സമസ്തയുടെ അടക്കമുള്ള ഇസ്ലാമിക പണ്ഡിത നേതൃത്വത്തിന് സാധിക്കില്ല. പകരം ഇത് വലിയൊരു ക്യാൻവാസിൽ ഇത് കാണണം. ഒന്നാമത് നോക്കൂ, ഇത് കേന്ദ്ര സർക്കാരാണ്. അമിത്ഷാ ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചു എന്നുള്ളത് മാവോയിസത്തിന് ശേഷം മയക്കുമരുന്നിനെതിരെ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ലാർജ് സ്കെയിലിൽ കാണേണ്ട കാര്യമാണ്, വലിയ ക്യാൻവാസിൽ കാണേണ്ട കാര്യമാണ്. അതായത് ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള ഈ മയക്കുമരുന്ന് വിഭാഗത്തിനെ കേരളത്തിലെ കേവലം 1-2 മത പണ്ഡിതരെ വെച്ചുകൊണ്ട് തടയാം എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്, മൂഢത്വമാണ്. അപ്പോ ഇത് അന്വേഷണ ഏജൻസികൾ, നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ എല്ലാം ഇതിന്റെ വേറെ അറുക്കാൻ ശ്രമിക്കണം. ഇത് വരുന്നത് ക്രസന്റ് ട്രയാങ്കിളിന്റെ ഒരു പദ്ധതിയാണ്. കേരളത്തെ അവർക്ക് ഏറ്റവും സ്വാധീനിക്കാൻ കഴിയുന്നത്. കാരണം ഈ ആന്റി നാഷണൽ ദേശവിരുദ്ധ ആശയങ്ങൾക്കെല്ലാം വലിയ സ്വാധീനം കേരളത്തിൽ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്ന് അതിന്റെ വിതരണത്തിന് വേണ്ടി ഇവിടെ ഒരുപാട് ആളുകളെ അവർക്ക് കിട്ടും. അത് എവിടെ നിന്ന് വരുന്നു, അതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്, അതിന്റെ റൂട്ട് കണ്ടെത്തി അതിനെ നശിപ്പിക്കുവാൻ കേരള പോലീസിന് മാത്രം കഴിയില്ല. അത് കേന്ദ്രവുമായിട്ടുള്ള ഒരു സഹകരണത്തിലൂടെ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഷാജിമോൻ, അത് തന്നെയല്ലേ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞൊരു ഹിന്ദി വാക്കാണ് അല്ലേ ഈ ഓപ്പറേഷൻ തൂഫാൻ? അപ്പോൾ ഇത് നല്ല കാര്യമാണ്. നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചുമതലയേറ്റതിന് തൊട്ട് പിന്നാലെ പണ്ടത്തെ ഓപ്പറേഷൻ കുബേര കൊണ്ടുവന്ന ഒരുപാട് ബ്ലേഡിന്റെ മുന ഒടിച്ചു കളഞ്ഞതാണ്. അതേപോലെ തന്നെ ഇത്തവണ ഓപ്പറേഷൻ തൂഫാൻ. പക്ഷേ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് ഒരു ഹിന്ദി വാക്കാണ്. അത് മാത്രമല്ല, വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം, ഇത് കേന്ദ്ര സർക്കാരിന്റെ, നമ്മുടെ അമിത്ഷാജിയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ഇത്തരത്തിൽ മയക്കുമരുന്ന് റാഡിക്കലുകളെ ഇല്ലാതാക്കുക രാജ്യത്തുടനീളം. അങ്ങീ പറഞ്ഞതുപോലെ തന്നെ പഞ്ചാബ് അതുപോലുള്ള മറ്റ് പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഈ മയക്കുമരുന്ന്, ഈ ക്രസന്റ് ട്രയാങ്കിളിൽ നിന്നൊക്കെ വരുന്ന മയക്കുമരുന്ന്, അത് കേരളത്തിലേക്ക് എത്താതെ, പഞ്ചാബിലേക്ക് എത്താതെ, ഡൽഹിയിലും കാശ്മീരിലും യുപിയിലും ഒക്കെ ഒന്നും വരാതെ അത് അങ്ങനെ നോക്കുന്ന ഒരു ശ്രമകരമായ ഒരു ടാസ്ക് ആണ് ഇപ്പൊ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വിവിധ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഓപ്പറേഷൻ തൂഫാൻ. അതിന്റെ മെറിറ്റിനെ കുറ്റപ്പെടുത്തുന്നില്ല, നല്ല പദ്ധതിയാണ്. ഇപ്പോൾ കേരളത്തിൽ ഉടനീളം അത് പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് സ്ക്വാഡും എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ഒക്കെ ചേർന്ന് അവരിത് വളരെ വൃത്തിയായി വെടിപ്പായി ആ ദൗത്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് വിജയകരമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇതിനെ വേറെടുക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. കാരണം ഇതെല്ലാം പിടിയിലാവുന്നതെല്ലാം വിതരണക്കാരല്ലെങ്കിൽ ഇടനിലക്കാരല്ലെങ്കിൽ ചെറിയ കണ്ണികളാണ്. വലിയ സ്രാവുകൾ, വമ്പൻ സ്രാവുകൾ ഇപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്താണ്. അവരെ സംസ്ഥാനത്തിന് പുറത്തു നിന്നും പിടിച്ച് അവരുടെ പദ്ധതി താഴ്ത്തിയാൽ മാത്രമേ ഈ ഒരു ദൗത്യം വിജയിച്ചു എന്ന് ഒരു പരിധിവരെ പറയാനാകുള്ളൂ. പക്ഷേ ഇവിടെ ഈ പണ്ഡിതരെ ഒക്കെ അണിനിരത്തുന്നതിന് പകരം ഈ യുവജന സംഘടനകൾ, ഇപ്പൊ മുസ്ലിം ലീഗ് ആയാലും CPM-ന്റെ ആയാലും ഏത് കക്ഷിയായാലും അവരുടെ യുവജന സംഘടനകൾ ഇവരുടെയൊക്കെ ഒരു മാസ് കൂട്ടായ്മയെ അവരെ കയ്യിലെടുത്തുകൊണ്ട് ഈ ഒരു പ്രചരണം നടത്തുകയല്ലേ ഏറ്റവും ഫലപ്രദം. തീർച്ചയായും ഈ രമേശ് ചെന്നിത്തലയെ ഉദ്ദേശശുദ്ധിയെ മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ കാര്യം പറയട്ടെ. ഈ രമേശ് ചെന്നിത്തല ഇത്തരം കാര്യങ്ങളിൽ ഇതിനു മുമ്പ് ഓപ്പറേഷൻ കുബേര, പക്ഷെ അതൊക്കെ ഒരു ആരംഭശൂരത്വം മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് പക്ഷെ അങ്ങനെ ഒതുക്കേണ്ട കാര്യമല്ല. രമേശ് ചെന്നിത്തല കൃത്യമായിട്ട് നല്ല ഭരണാധികാരിയാണ്, നമ്മൾ അഭിനന്ദനാർഹമാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങിയതൊക്കെ അഭിനന്ദനാർഹമാണ്. പക്ഷെ ഇതിന്റെ റൂട്ടിലേക്ക് പോകുമ്പോഴാണ് തനിക്ക് ചുടുമ്പോൾ കുട്ടി ചോട്ടിലാണെന്നുള്ള ഒരു മനോഭാവം ചിലർക്കുണ്ടാകും. സഖ്യകക്ഷികളുടെ സമ്മർദ്ദം വരും. ഇതിന്റെ അടിസ്ഥാന വേരുകളിലേക്ക് ഈ അന്വേഷണങ്ങൾ എത്തുമ്പോൾ, ഇതിന്റെ ഈ ആക്ഷന്റെ പ്രവർത്തനങ്ങൾ എത്തുമ്പോൾ ഇദ്ദേഹത്തിന് അവിടെ നിന്നുണ്ടാകുന്ന എതിർപ്പുകളെ രമേശ് ചെന്നിത്തലക്ക് മറികടക്കാനാവുമോ എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ ഈ മതപണ്ഡിതരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത്, അത് അവരെയും കൂടി, അത് യുവജനങ്ങളെ മാത്രമല്ല മതപണ്ഡിതരെയും. ഇപ്പൊ നോക്കൂ, മദ്യത്തിന് അടിമകളാണ്. ഇതിപ്പോ മയക്കുമരുന്ന്, ഇതുപോലെ രാസലഹരി ഒക്കെ ഏകദേശം ഒരു 100% വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. വിതരണവും അല്ലെങ്കിൽ അതിന്റെ ഇരകളും എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ മദ്യത്തിന്റെ ഇരകളാണ്. മദ്യത്തിന്റെ ഇരകൾ ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗങ്ങളാണ്. ഓരോ ബീവറേജസിന് മുന്നിലും ഓരോ മദ്യശാലകൾക്ക് മുമ്പിലും
കയ്യിൽ ചുവന്ന ചരട് കെട്ടിയ കാവിൽ മുണ്ടെടുത്ത ആ കുങ്കുമക്കുറിയോടുകൂടി ആളുകളെയാണ് കാണുന്നത് കൂടുതലും. ഹിന്ദു ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മദ്യത്തിനടിമ. അപ്പൊ അത്തരം ഈ മദ്യവിരുദ്ധ ഒരു നയങ്ങളും പ്രചരണ പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ ഹിന്ദു സമുദായ നേതാക്കളെ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ രമേശ് ചെന്നിത്തല ചെയ്തത്. പക്ഷെ ആർ.വി. ബാബുവിനെതിരെ കേസെടുത്ത് കേവലം രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഗിമ്മിക്ക് എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയും. ആരെയോ തൃപ്തിപ്പെടുത്താനാണ് എന്നാണ്. പോട്ടെ, ഒരു ബലിയാടായി നമ്മൾ ആർ.വി. ബാബു അദ്ദേഹത്തിന് കേസിനെ സധൈര്യം നേരിടും. ഈ വെടിക്കെട്ടുകാരന്റെ പറ്റിയ ഉടുക്കൂട്ടി പീഡിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് പ്രശ്നമില്ല. ഒരു ബലിയാടായി അദ്ദേഹം ഇരിക്കട്ടെ. എങ്കിലും ഇവര് ഇതിനെ ഈ സമസ്തയുടെ അടക്കമുള്ള നേതാക്കന്മാരെ ഇതിൽ ഉൾപ്പെടുത്തിയതിൽ നിന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് വരികയല്ലേ? ഇവ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ആ സമൂഹത്തിലെ ഈ ചെറുപ്പക്കാരെ യുവജനങ്ങളാണ് ഇതിന് കൂടുതലും. ഇന്നലെ പോലും അറസ്റ്റ് ചെയ്ത് തൂഫാന്റെ പേരിൽ ഇന്നലെ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ട 4 പേരുടെ പേരുകൾ നമ്മൾ വായിച്ചു നോക്കും. നമ്മൾ കുറ്റവാളികളുടെ പേരുകൾ വായിച്ചുകൊണ്ട് അവരുടെ മതത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ മതത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ ഈ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ആളുകളെ, ഭീകരവാദ പ്രവർത്തനം നടത്തി ഇത്തരം ആളുകളെ ഇരയാക്കുന്ന ആളുകളെ അവരെ മനസ്സിലാക്കണം, അഡ്രസ് ചെയ്യണം, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പോയേ പറ്റൂ. അല്ലാതെ ഇത് വിളിച്ചു പറയുന്ന ആളുകൾക്കെതിരെ രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞ ആളിനെതിരെ കേസെടുക്കുകയല്ല ചെയ്യേണ്ടത്. ഷാജിമോൻ, ഈ കേസിൽ ആർ.വി. ബാബുവിനെതിരെ കേസിൽ പരാതി കൊടുത്തിരിക്കുന്ന ഒരു PDP നേതാവാണ്. ഒരു അഷ്റഫ് എന്നാണ് പേര് തോന്നുന്നു. PDP നേതാവാണ് ഈ ഒരു പരാതി ആർ.വി. ബാബുവിനെതിരെ കൊടുത്തിരിക്കുന്നത്. ഇതേ PDP നേതാവാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2023 നവംബർ മാസം ലസിത പാലക്കൽ എന്ന അന്നത്തെ യുവമോർച്ച സംസ്ഥാന നേതാവുണ്ട് ലസിത പാലക്കൽ മാദനിയെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞ് തൃക്കാക്കര പോലീസിൽ ഇതേ വ്യക്തി തന്നെ മറ്റൊരു പോലീസ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി കാണുകയാണ്. അല്ലാതെ നമ്മുടെ സമൂഹത്തിലെ ഒരു വിപത്തിനെ അതിന്റെ വേര് പിഴുത് കളയുക എന്നല്ല. രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അവരെ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ വർഗീയമായി കണ്ട് എതിരിടുക എന്നല്ലേ ഇപ്പോൾ ഈ ഒരു സമാനമായ പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. പോലീസിനെ അല്ല, പച്ചവെളിച്ചം പോലീസിനെയാണ് നമ്മൾ ഭയക്കേണ്ടത്. എനിക്കെതിരെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്കെതിരെ മുൻപൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പച്ചവെളിച്ചം പോലീസ് എന്ന് എഴുതിയിരുന്നു. അതുകൊണ്ടാണ് അവരെ 153 ഇട്ടത്. പോലീസിൽ പച്ചവെളിച്ചം എന്നൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞതല്ല, ഇവിടത്തെ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അത് പുറത്തേക്ക് വിട്ടത്. അപ്പോ അത്തരം നിലപാടുകളുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോലും. ഈ പച്ചവെളിച്ചം ഗ്രൂപ്പിന് വലിയ സ്വാധീനമുണ്ട്. ഇപ്പോ സജീവമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് അത് സജീവമായിരുന്നു കൃത്യമായിട്ടും. നോക്കൂ, എന്റെ ആ പർട്ടിക്കുലർ കേസിൽ തന്നെ അത്തരം കൃത്യമായിട്ടുള്ള നിലപാട് അത് തന്നെയായിരുന്നു. അതിലൊരു വ്യത്യാസവുമില്ല. പക്ഷെ അവര് അതിന് ശേഷം അത് കൃത്യമായിട്ട് അത് ചൂണ്ടിക്കാണിച്ച് എനിക്കെതിരെയാണ് കേസെടുത്തത്. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പ്രതിരോധിക്കാനൊന്നും സംഘടന നിന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യമാണ്. ഞാൻ തരിച്ചു തന്നെയാണ് ആ കേസ് നേരിട്ടത്. പക്ഷെ ആർ.വി. ബാബുവിന് അങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്ന് തന്നെയാണ് എന്നെ സംബന്ധിച്ച് എന്റെ പ്രാർത്ഥന. വയനാട്ടിലെ അവസ്ഥ എങ്ങനെയാണ്? അവിടുത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ? അവിടെ ഇത്തരം കേസുകൾ ഓപ്പറേഷൻ തൂഫാൻ അവിടെ ആഞ്ഞു വീശുന്നുണ്ടോ, അതോ അതിന് പ്രതികളെ കുറവാണോ? പൊതുവെ വയനാട് അതിർത്തി പ്രദേശങ്ങളായതുകൊണ്ട്, തമിഴ്നാടുമായും കർണാടകയുമായും ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഒത്തിരി ഇതിന്റെ വ്യാപനം ഉണ്ട്. എങ്കിലും ഇവിടെയുള്ള ജനങ്ങൾ കുറച്ച് അക്രമാസക്തരല്ല, കുറച്ച് സഹിഷ്ണു, അങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ വലിയ വിഷയങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷെ മയക്കുമരുന്ന് വയനാട്ടിൽ സ്നേഹമുള്ള ആൾക്കാർ തീർച്ചയായും അതായത് വയനാടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിയ ആളുകളായതുകൊണ്ട് ഇവിടെ മൃഗങ്ങളോട് മല്ലടിക്കാൻ വയനാട്ടുകാർക്ക് സമയമില്ല. അതിനിടയിൽ പരസ്പരം തല്ലുകൂടാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇപ്പോ നമുക്കറിയാം, ഗുണ്ടിൽപ്പെട്ട അതുപോലെയുള്ള കുട്ട, നമ്മൾ അതിർത്തി പ്രദേശങ്ങളാണ്, കർണാടകയുടെ അതിർത്തി പ്രദേശങ്ങൾ, ബാംഗ്ലൂർ മൈസൂർ ഭാഗത്തു നിന്നുള്ള ഒട്ടനവധി പോലീസ്. അതായത് ഗുണ്ടിൽപ്പെട്ട, നമ്മുടെ മൈസൂരിലേക്ക് പോകാൻ ഗുണ്ടിൽപ്പെട്ട ഇവിടുന്ന് നമുക്ക് അടുത്ത അതിർത്തി പ്രദേശങ്ങളാണ്. കുട്ട വഴി മാനന്തവാടി വഴി അങ്ങ് പോകുന്നത് ഹാൻഡ് പോസ്റ്റ്, അങ്ങനെ. അതുപോലെ പിന്നെ ഊട്ടിയിലേക്ക് ചേരമ്പാടി, ഇവിടെ ഞങ്ങൾ അതിർത്തി, തമിഴ്നാടിനോടും കർണാടകയോടും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് വയനാട് അതിർത്തി പങ്കിടുന്നു വയനാടിനോടും ഈ 2 പ്രദേശങ്ങളോടും. അതുകൊണ്ട് തന്നെ അതിർത്തി കടന്നുള്ള അല്ലെങ്കിൽ സംസ്ഥാനാന്തര ഇത്തരത്തിലുള്ള കണ്ണികള് ഒരു സഞ്ചാരവാദം അല്ലെങ്കിൽ ഇവരുടെ വിപണനത്തിലുള്ള ഒരു മാർഗം ആക്കുന്നത് വയനാടിനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസുകാർ കുറച്ച് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി വയനാടിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അവരത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. എന്നാൽ ഈ തൂഫാൻ എന്ന് പറയുന്ന ഇത്തരം ഒരു പദ്ധതി, ഒരു ആക്ഷൻ
കൊണ്ടുവന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് ഒരു ആരംഭശൂരത്വമായി ഒതുങ്ങാതെ കൃത്യമായിട്ട് ഇതിന്റെ അടിവേരറുക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ ആഭ്യന്തരമന്ത്രിക്കും ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയാണുള്ളത്. എന്തായാലും ഷാജിമോൻ, വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ, ഒപ്പം നമ്മുടെ കരുതൽ ചെറുപ്പക്കാരെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നമസ്കാരം.